പത്തനാപുരം ആസ്ഥാനമാക്കി പുതുതായി രൂപീകരിക്കുന്ന താലൂക്കിൽ വെട്ടിക്കവല പഞ്ചായത്തിനെ ഉൾപ്പെടുത്തുന്നതിനെതിരെ പഞ്ചായത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ ഒരുപോലെ രംഗത്ത്. നിലവിൽ കൊട്ടാരക്കര താലൂക്കിലാണ് വെട്ടിക്കവല പഞ്ചായത്ത്. പഞ്ചായത്തിലെ ഇരണൂർ, സദാനന്ദപുരം, വെട്ടിക്കവല, പനവേലി തുടങ്ങിയ പ്രദേശങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആസ്ഥാനത്തിന് വളരെ അടുത്താണ്. അതേസമയം പത്തനാപുരം ടൌൺ ആസ്ഥാനമാക്കി രൂപീകൃതമാകുന്ന പുതിയ താലൂക്ക് ഓഫീസിൽ നിന്ന് ഏറെ ദൂരെയാണ് ഈ പ്രദേശങ്ങൾ. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ വടക്ക് ഭാഗത്തുള്ള പഞ്ചായത്തുകളും പുനലൂർ നിയോജക മണ്ഡലത്തിലെ കിഴക്ക് ഭാഗത്തുള്ള പഞ്ചായത്തുകളും പുനലൂർ ആസ്ഥാനമായുള്ള താലൂക്ക് ഓഫീസ് പരിധിയിലാക്കണം. പട്ടാഴി, പട്ടാഴി വടക്കേക്കര അടക്കമുള്ള ബാക്കി പഞ്ചായത്തുകളെ പത്തനാപുരം ആസ്ഥാനമാക്കി രൂപീകരിക്കുന്ന പുതിയ താലൂക്കിൽ നിലനിർത്തണമെന്നും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം MP സജീവ് പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും പത്തനാപുരം താലൂക്ക് വരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ രണ്ട് പഞ്ചായത്തുകൾ പത്തനാപുരം താലൂക്ക് ആസ്ഥാനത്തേക്ക് ഇനി പോകാൻ പാടില്ല. അല്ല, കൊട്ടാരക്കര താലൂക്കിൽ വെട്ടിക്കവല പഞ്ചായത്ത് മസ്റ്റായിട്ട് നിലനിൽക്കും. ആ തീരുമാനം ഇന്നത്തെ കമ്മിറ്റിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം അനുസരിച്ച് ബന്ധപ്പെട്ട MLA, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാര്, അതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാനുള്ള വെട്ടിക്കവല പഞ്ചായത്തിനെ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ പഞ്ചായത്ത് തല തീരുമാനം ഉടനെടുക്കും. കൊട്ടാരക്കര താലൂക്കിൽ തന്നെ പഞ്ചായത്തിനെ നിലനിർത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രി, ധനമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പുതുതായി പത്തനാപുരം കേന്ദ്രമാക്കി രൂപീകരിക്കുന്ന താലൂക്കിൽ വെട്ടിക്കവല പഞ്ചായത്തിന്റെ മേഖല കൊട്ടാരക്കര താലൂക്കിൽ നിന്ന് നിലനിർത്തണമെന്ന് ഇന്നുകൂടിയ പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രമേയം കൊണ്ടുവന്നു. പ്രമേയം പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ അത് പ്രമേയം അംഗീകരിച്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. കൊട്ടാരക്കര താലൂക്കിനോട് അടുത്ത് കരിക്കം, സദാനന്ദപുരം, പനവേലി അടക്കമുള്ള ഇരണൂർ അടക്കമുള്ള മേഖലകൾ കൊട്ടാരക്കര താലൂക്കിനോട് അടുത്താണ്. ഉള്ള കിലോമീറ്ററുകൾ പോയാൽ മാത്രമേ ഇപ്പോൾ ഈ പറയുന്ന ഈ പത്തനാപുരം കേന്ദ്രമാക്കി രൂപീകരിക്കുന്ന താലൂക്കിൽ പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വെട്ടിക്കവല പഞ്ചായത്തിനെ പത്തനാപുരം താലൂക്ക് കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ആ നിലയിൽ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങളും ആ പ്രമേയത്തോട് അനുകൂലിച്ചുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ കൂട്ടായി തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.